എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിജിത്തിനെ കൂട്ടുകാരൻ തപ്പി ഉണ്ണിമോളും രാധ ടീച്ചറും എല്ലാരും കൂടെ ആ പഴയ ആളില്ലാത്ത വീട്ടിലേക്ക് ചെല്ലുവാണ്. കാരണം ഉണ്ണിമോളുടെ ടെസ്റ്റും കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. അങ്ങനെ ആ പുസ്തകം മേടിക്കാനായിട്ട് അവരവിടെ ചെല്ലുവാണ്. അവിടെ പുറത്തെങ്ങും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഈ സമയം ടീച്ചർ പറഞ്ഞു ഇവിടെ എങ്ങും ആരും ഇല്ലാന്ന് തോന്നേ. പിന്നീട് അത് മാത്രമല്ല, പരിചയമില്ലാത്തൊരു വീടല്ലേ, ആരുമില്ലാത്ത വീട്ടിൽ നമ്മൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ല, ബാ നമുക്ക് പോവാന്ന് പറയാണ്. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു അല്ല ടീച്ചറെ, ഇങ്ങോട്ട് തന്നെ അവര് വന്നേന്ന് പറയാണ്. ദിവ്യം പറഞ്ഞു ശരിയാ, അവരിങ്ങോട്ട് തന്നെയാ വന്നിരിക്കുന്നത്, ഇതിനകത്ത് കാണുമെന്ന് പറയാം. ഇനിയിപ്പം നിൽക്കേണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞ് ടീച്ചർ അവരെയും കൂടി ഇങ്ങോട്ട് പോരുവാണ്. ഈ സമയം നന്ദന പറഞ്ഞു എന്തായാലും അവന്മാരെ ബുക്ക് കീറുവോ ടീച്ചറെന്ന് ചോദിക്കുക. കീറത്തൊന്നുമില്ല, ഇനി അപ്പൊ അവന്മാര് കീറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ രാധ ടീച്ചർക്ക് അറിയാന്ന് പറയാം. അതെ, ആ വാനരപ്പടകളെ കൊണ്ട് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായെന്ന് രാധ ടീച്ചർ പറയാം. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു അതെ, എനിക്ക് ഈ വിദ്യ നന്ദനയൊക്കെ സമ്മാനം തന്നായിരുന്നു, ആ പുസ്തകം അത് കീറി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമാവും ടീച്ചറെ എന്ന് പറയാണ്. ഈ സമയത്താണ് ഗിരിദേവനും വാവയും കൂടെ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടും ടീച്ചർ പറഞ്ഞു ആഹാ നിങ്ങൾ വന്നോ, എന്നെങ്കിൽ ഇനിയിപ്പൊ ആ വാനരപ്പടനെ കണ്ടെത്താനായിട്ട് സഹായമാവും പറയാം. എന്താ ടീച്ചറെ? അതെ, ഈ ഉണ്ണിമോളുടെ ടെസ്റ്റുമായിട്ട് അവന്മാരാ വീട്ടിൽ കയറിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇത് കേട്ടതും വിദ്യ പറഞ്ഞു അതെ ഗിരിദേവ, ഞങ്ങൾ കണ്ടതാ, അവന്മാർ അങ്ങോട്ടാ ഓടിപ്പോയെന്ന് പറയാം. പെട്ടെന്ന് ടീച്ചർ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് പോന്നു, പരിചയമില്ലാത്തൊരു വീടല്ലേ, പിന്നെ അവിടെ ചെന്ന് അങ്ങനെ അധിക സമയം നിൽക്കുന്ന ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നേന്ന് പറയാം. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു ടീച്ചറെ നമുക്ക് ഇനി പോയി നോക്കാം, ഗിരിദേവനും മാവയും കൂടെ വന്നില്ലേ, ഒരു കാര്യം ചെയ്യ നിങ്ങൾ പോയി നോക്ക്, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ടീച്ചർ അങ്ങോട്ട് പോവാണ്. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു ബാ ഗിരിദേവ നമുക്ക് അങ്ങോട്ട് പോവാം, നമുക്കത് പോയി നോക്കാന്ന് പറയാ. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അല്ല ഇപ്പൊ പോണ്ട ഉണ്ണിമോളെ, ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, ഈ പരിചയമില്ലാത്ത വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ കയറി ചെല്ലുന്ന, ആരും ഇല്ലാത്ത സമയത്ത് അവിടെ കയറി ചെല്ലുന്ന മോശമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട ഉണ്ണിമോള് പറഞ്ഞു അത് ശരിയാ, പക്ഷേങ്കില് അവിടെ അവരൊക്കെ ഉണ്ട്, അഭിജിത്തും മനു അവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണ. ശരിയാ അവരുണ്ട്, അവര് മാത്രമല്ല വേറെ ആൾക്കാരുണ്ടെന്ന് പറയാം അവിടെ. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ, അവിടെ വേറെ ആരും ഇല്ല, ഞങ്ങൾ ആ പുറത്തൂടെയൊക്കെ പോയി നോക്കിയപ്പം അവിടെ ഒച്ചം ബഹളൊന്നും കേട്ടില്ല, ആൾ താമസം ഉള്ളതിന്റെ ഒരു ലക്ഷണങ്ങളും ഇല്ലാന്ന് പറയാം. അവിടെ ആളുണ്ട്, ഉണ്ണിമോൾക്കൊക്കെ തോന്നിയതാ, പക്ഷെ അഭിജിത്തും മനുവൊക്കെ തിരിച്ചു വരുമ്പോ അവരോട് ചോദിച്ചാൽ അറിയാം അവിടെ ആളുണ്ടോ ഇല്ലയോ എന്ന്, അവര് പറഞ്ഞു തരുമെന്ന് പറയാം. പക്ഷെ ഉണ്ണിമോൾക്കും ദിവ്യക്കും നന്ദനയ്ക്കും ഒന്നും കാര്യം എന്താന്ന് മനസ്സിലായില്ല. ഈ സമയത്ത് വീടിനകത്ത് അഭിജിത്തും മനുവൊക്കെ എല്ലാം നിൽക്കുകയാണ്. അവര് 4 വാനരപ്പടകളും അതിനകത്ത് നിൽക്കുക. അപ്പൊ രാധ ടീച്ചറും ഉണ്ണിമുളക് വന്ന് പോകുന്നുണ്ട്. ദേ അവര് വന്നിട്ട് പോയി, ഇനി നമുക്ക് കുഴപ്പമില്ല പോകാല്ലേന്ന് നിൽക്കുക. ശരിയാ പോകാന്ന് പറയണ. അപ്പോഴാണ് അകത്തുനിന്ന് ഒരു താരാട്ടുപാട്ട് കേൾക്കുന്നത്. അത് ഒരു സ്ത്രീയല്ല താരാട്ടുപാട്ട് പാടുന്നത്, ഒരു പുരുഷനാ താരാട്ടുപാട്ട് പാടുന്നത്. ഇതാരാ പോലും താരാട്ടുപാട്ട് പാടുന്നത്, കൊച്ചിനെ കുളിപ്പിക്കുന്ന ഒരു പാട്ടാണല്ലോ പാടുന്നത്. ഇതാ ഇവിടെ ആൾ താമസം ഇല്ലെന്ന് ഓർത്തിരുന്ന, അപ്പൊ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ഈ സമയം അഭിജിത്ത് പറഞ്ഞു ബാടാ നമുക്ക് നോക്കാന്ന് പറയണ. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പത്തേനും ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു മുണ്ട് മാത്രമാണ് ഉടുത്തിരിക്കുന്നത്, താടിയൊക്കെ നീട്ടി വളർത്തി അയാൾ എങ്ങനെ ഇരുന്ന് ഒരു കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പുറയുന്ന കണ്ടപ്പോ അവർ വിചാരിച്ചെന്താ, ഇതേ കുഞ്ഞിനെ കുളിപ്പിക്കുവാന്ന് തോന്നുന്നു അയാളിരുന്ന്. അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിച്ച് താരാട്ടുപാട്ട് പാടുവാന്ന് തോന്നുന്നേ. ഈ സമയം ചോദിച്ചു താരാട്ടുപാട്ട് സാധാരണഗതി സ്ത്രീകളല്ലേടാ പാടുന്നേ, അമ്മമാരൊക്കെ അല്ലേ പാടുന്നേ, അച്ഛന്മാര് താരാട്ടുപാട് പാടുവോന്ന് ചോദിക്കുക. ഇത് കേട്ടത് മനു പറഞ്ഞു അതിനെന്താടാ, അച്ഛന്മാർക്ക് താരാട്ടുപാട്ട് പാടിക്കൂടെന്ന് ചോദിക്കുക. പിന്നീട് അവരങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. അയാൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ അല്ല, പകരം ഒരു വിഗ്രഹത്തെയാണ്, ഒരു പ്രതിമേനെ, അതിനെ കുളിപ്പിച്ചോണ്ടാണ് നല്ലൊരു താരാട്ടുപാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇയാള് കണ്ടിട്ട് ഭ്രാന്തനാന്ന് തോന്നടാ. കണ്ടില്ലേ അയാള് കുളിപ്പിച്ചോണ്ടിരുന്നിട്ട് പാടുന്ന കണ്ടില്ലേ, അയാൾ കുളിപ്പിക്കുന്ന കുഞ്ഞിനെ ഒന്നും അല്ലാന്ന് പറയാണ്. ദേ ഭ്രാന്തന, നമുക്ക് പോവാന്ന് പറയാണ്. ഈ സമയത്ത് അയാൾ നിക്കട അവിടെ എന്ന് പറയണം. അഭിജിത്തും മനുവൊക്കെ പെട്ടെന്ന് അവിടുന്ന് കടന്നു കളയാൻ ശ്രമിച്ചപ്പോഴാണ് അയാള് വിളിക്കുന്നത്. എടാ എന്തിനാ നിങ്ങളും കൂടെ വന്നേന്ന് ചോദിക്കുക. ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് അയാൾ പറഞ്ഞു അതെ അവന്മാര് ഉപദ്രവിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. അവന്മാര് ആളും വീട് മാറി കയറിയതാന്ന് തോന്നിയെന്ന് പറയാം. അപ്പൊ കൂടെയുള്ള വിഗ്രഹത്തിനോടായി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ. പിന്നീട് അഭിജിത്തൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നിന്നോടൊക്കെയല്ലേ അവിടെ നിൽക്കാൻ പറഞ്ഞ അനുസരിക്കില്ലേന്ന് ചോദിക്കുക. പിന്നീട് അഭിജിത്തൊക്കെ അവിടെ നിൽക്കുകയാണ്. ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അവന്മാരൊന്നും മിണ്ടിയില്ല. നീ ഒന്നും പറയത്തില്ല അല്ലേ എന്ന് ചോദിച്ചിട്ട് മനുവിന്റെ ചെവിക്ക് പിടിച്ചങ്ങോട്ട് കിഴുക്കുവാണ്. പെട്ടെന്ന് മനു കടന്ന് കരയാ. അഭിജിത്ത് ആ കയ്യിലേക്ക് അവന് കയറി പിടിച്ചു. ദേ വിടാൻ പറഞ്ഞോണ്ട് കയറി പിടിക്കുവാണ്. വിട്ടില്ല നീയൊക്കെ എന്ത് ചെയ്യൂടാ, എന്റെ കൈ തടയാൻ മാത്രം ആയോ എന്ന് ചോദിച്ചോണ്ട് അഭിജിത്തിന് തല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും അഭിജിത്ത് അയാളെ പിടിച്ച് ഒറ്റ തള്ളായിരുന്നു.
അയാൾ മലന്നടിച്ചു പോയി വീണ സമയത്ത് അവന്മാർ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. ഈ സമയത്ത് അയാൾ പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലടാ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം. പിന്നീട് അവന്മാര് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഇതാ പ്രശ്നമാവോ, ആ പുള്ളിക്കാരൻ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ, എന്ത് ചെയ്യാനായിട്ട്? അയാൾ നമ്മളൊന്നും ചെയ്യാൻ പോകത്തില്ലെന്ന് പറയാം. പക്ഷെ ഇനിയിപ്പം നമ്മൾ സ്കൂളിലേക്ക് നിന്നിട്ടുണ്ട്, രാധ ടീച്ചർ നമ്മളെ പിടിക്കില്ലേന്ന് ചോദിക്കാം. രാധ ടീച്ചർ പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊക്കെ എനിക്കറിയാം, നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറയാം. അതിനുള്ള പോംവഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ടീച്ചർ അവിടെ നിൽക്കുന്നുണ്ട്. ടീച്ചർ ഇവരെ കണ്ട അങ്ങോട്ട് വന്നു. എടാ നിങ്ങൾ എവിടെയായിരുന്നുണ്ടെന്ന് ചോദിക്കുക. ടീച്ചറെ, ഞങ്ങൾ ചാമ്പയ്ക്ക പറിക്കാൻ പോയതായിരുന്നു ആ ദുബായ്ക്കാരൻ്റെ വീട്ടില്. അപ്പൊ നിങ്ങളവിടെ ഒളിച്ചിരിക്കാൻ പോയതല്ല? ഒളിച്ചിരിക്കാനാ? ആരാ ടീച്ചറോട് ഇതൊക്കെ പറഞ്ഞ? അല്ല, ഉണ്ണിമോളുടെ പുസ്തകം കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയതല്ലേന്ന് ചോദിക്കും. ഉണ്ണിമോളുടെ പുസ്തകം നിങ്ങൾ കീറിക്കളയാൻ പോയതല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടത് അഭിജിത്ത് പറഞ്ഞു, കീറിക്കളയാനോ? അയ്യോ ടീച്ചറെ, ഇത് ഞങ്ങൾ വായിക്കാനായിട്ട് എടുത്താ, ഒരു കഥ വായിക്കുകയും ചെയ്തു. എന്നാ ഉണ്ണിമോളെ പുസ്തകം, അല്ലേലും ഞങ്ങൾ ഈ പുസ്തകമൊക്കെ കീറുമോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളൊന്ന് ചിരിച്ചു. ഉണ്ണിമോൾക്ക് മനസ്സിലായി ഇവന്മാര് മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ പറയുന്നതാണ്, മൊത്തം കള്ളത്തര കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ സമയം ടീച്ചർ പറഞ്ഞു, നിങ്ങൾ സത്യം പറ, ഞങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ ആ വീട്ടിലില്ലായിരുന്നോ എന്ന് ചോദിക്കുക. എവിടെ? അവിടെയോ? എൻ്റെ ടീച്ചറെ, ഞങ്ങൾ ചാമ്പയ്ക്ക പറിക്കാൻ പോയതാ, അല്ലാതെ മറ്റൊന്നിനും വേണ്ടി പോയതല്ലെന്ന് പറയാ. ഈ സമയത്ത് ദിവ്യ പറഞ്ഞു, വെറുതെ പറയുന്ന ടീച്ചറെ, ഉണ്ണിമോളുടെ ടെസ്റ്റ് കീറി കളയുന്ന ഇവൻ പറഞ്ഞാന്ന് പറയും. ഈ സമയം അഭിജിത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ടീച്ചർക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്ക്. അപ്പോൾ അവന്മാർ പറഞ്ഞു, ഞങ്ങളെ ചാമ്പയ്ക്ക പറിക്കാൻ പോയ ടീച്ചറെ, മറ്റൊന്നിനും വേണ്ടി പോയതല്ലെന്ന് പറയാം. ഈ സമയത്താണ് ഗിരിദേവനും ബാബയും അങ്ങോട്ട് വരുന്നത്. ഗിരിദേവനും ബാബയും വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, സത്യം മനസ്സിലാക്കാണ്ടൊരു വഴിയുണ്ട്. അതെ, ആളൊഴിഞ്ഞ് വിടുന്ന പറഞ്ഞ ആ വീട്ടിലെ ഒരാളുണ്ടായിരുന്നു. അവരോട് ചെന്നപ്പോൾ അയാളെ കാണുകയും ചെയ്തു. മിക്കവാറും അയാൾ അവരെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ടീച്ചർ ഇവരെ കൊണ്ട് അങ്ങോട്ട് ചെല്ല്, അപ്പൊ സത്യാവസ്ഥ അറിയാൻ പറ്റും. ഇവര് ചാമ്പയ്ക്ക പറിക്കാൻ പോയതാണോ അതോ മറ്റെന്തെങ്കിലും വേണ്ടി പോയതാണോ എന്ന്. ഇത് കേട്ട് ടീച്ചർ പറഞ്ഞു, വാടാ എന്ന് പറഞ്ഞിട്ട് അവന്മാരെ വിളിക്കുവാണ്. പെട്ടെന്ന് അഭിജിത്ത് പറഞ്ഞു, ടീച്ചറെ വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും മനു ചാടി പറഞ്ഞു, ടീച്ചറെ, ടീച്ചർ അടിക്കൂന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ കള്ളത്തരം പറഞ്ഞത് കേട്ടോ. അതെ, ഞങ്ങൾ ചാമ്പയ്ക്ക പറിക്കാൻ പോയതൊന്നും അല്ല, ഈ ടെസ്റ്റ് കീറിക്കളയാൻ തന്നെ പോയതാന്ന് പറയാണ്. ഈ കേട്ടവൻ ടീച്ചർ പറഞ്ഞു, ഓഹോ, അപ്പൊ എൻ്റെ അടുത്ത് നീയൊക്കെ കള്ളത്തരം പറയായിരുന്നല്ലേ? എടാ, നിന്നെയല്ല, നിന്നേക്കാളും വലിയ അവന്മാരെ ഞാൻ മര്യാദ ഒഴിപ്പിച്ചിട്ടുണ്ട്, പിന്നെയാണോ നിങ്ങളെന്ന് പറയാം. ഈ സമയം ദിവ്യൊക്കെ പറഞ്ഞു, ടീച്ചറെ, യുവമാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയാം. ശരിയാ, ശിക്ഷ തന്നെ കൊടുക്കണം. ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞ ഈ ചെറിയ പ്രായത്തിൽ നീയൊക്കെ എങ്ങോട്ടാ കയറി പോന്നേ? നിനക്കിടക്ക് വെച്ചിട്ടുണ്ട് അല്ല, എന്ത് ശിക്ഷ കൊടുക്കുന്നേ? ഈ സമയം നന്ദന ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, ഉണ്ണിമോളോട് മുമ്പേ ചാക്കിലോടാനായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ചാക്കിലോടാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവന്മാരോടും ചാക്കിലോടും തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാം. ഇത് കേട്ടൻ ടീച്ചറിന്, ശരി എന്നാ ബാ, ഇവന്മാർ ചാക്കിലോട്ടെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാത്തിനും ഇവന്മാർ നിരനിർത്തി ചാക്കിൽ ഓടിക്കുകയാണ്. 2 റൗണ്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിദ്യ പറഞ്ഞേ, മടുത്തെന്ന് പറയുമൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഓടാൻ പറയണം. ഉണ്ണിമോള് പറഞ്ഞു, വേണ്ട, അവര് മടുത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് നന്ദന പറഞ്ഞു, ഉണ്ണിമോളോട് പറഞ്ഞ എത്രയാ, 3 തവണ ഓടാനല്ലേ പറഞ്ഞേ, അവന്മാര് 3 തവണ ഓടട്ടെ എന്ന് പറയാം. ഇത് കേട്ടോ അഭിജിത്തിന് നല്ല ദേഷ്യം വന്നു. ബാക്കി കുട്ടികളെല്ലാം നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അവരുടെ കളിയാക്കലും കൂടി ആയപ്പോഴത്തേനും വല്ലാത്ത ദേഷ്യം വന്നു. പിന്നീട് അവന്മാർ ഓടിട്ടങ്ങ് വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ഉണ്ണിമോളുടെ അടുത്തേക്ക് വന്നിട്ട് അഭിജിത്ത് പറഞ്ഞു, മീനാക്ഷി, നീ സൂക്ഷിച്ചോ, ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും, നാളെ നിന്നെ ഞാൻ തവള ചാടിക്കുമെന്ന് പറയാം. ഇത് കേട്ടത് ഉണ്ണിമോൾ പറഞ്ഞു, അതെ, പഴയ മീനാക്ഷിയാണ് ഇതൊക്കെ കേട്ടോണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നോട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിട്ടുതരാൻ പോകുന്നില്ല. എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ തിരികെ ഞാൻ നല്ലത് തരുമെന്ന് പറയാം. ഇത് കേട്ടൻ രാധ ടീച്ചർ പറഞ്ഞു, അത് കൊള്ളാം, പൊളിച്ചു, ഇങ്ങനെ വേണം മീനാക്ഷി, പെൺകുട്ടികളായാല് എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ അങ്ങോട്ട് കയറി പോവാണ്. അപ്പോൾ കുറെ കുട്ടികൾ ആ പുറകെ അങ്ങോട്ട് പോയി. പിന്നീട് ഗിരിദേവനും ഉണ്ണിമോളും ഭാവിയും ദിവ്യ അവരെല്ലാം മാത്രം ബാക്കിയായി അവിടെ. ഈ സമയം അഭിജിത്ത് വന്നിട്ട് ഉണ്ണിമോളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടി, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിന്നെ കണ്ടോ, ഞാൻ ഒരു പാഠം പഠിപ്പിക്കൂടി, ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കൂന്ന് പറയാ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അതെ, നീ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോളോട് പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് നീ ആ വീട്ടിലേക്ക് ചെല്ല്, അല്ലെങ്കിൽ അവിടെയുള്ള അയാള് നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ടതും അഭിജിത്ത് പറഞ്ഞു, പിന്നെ അവിടെയുള്ള ആൾ എന്നെ അന്വേഷിച്ച് വരാനോ? നിനക്കറിയത്തില്ലാഞ്ഞിട്ടാ അഭിജിത്തെ, നീ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അയാൾ നിന്നെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരും. ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വല്ലാത്ത പ്രശ്നമാവും. അറിഞ്ഞില്ല എന്ന് വേണ്ട, പറയുന്ന അനുസരിക്കാൻ നല്ലതെന്ന് പറയാം. ഓ, ഇത് കേട്ടത് അഭിജിത്തിന്റെ ഒരു പുച്ഛഭാവം. ഞാൻ അങ്ങോട്ട് പോണോ അല്ലേ? ആയിക്കോട്ടെ, ഇപ്പൊ പോണോ അതോ ക്ലാസ് വിട്ടിട്ട് പോണോ, എപ്പോൾ പോണമെന്ന് പറഞ്ഞാൽ നന്നായെന്ന് പറയാം.
ഇത് കേട്ടത് ഉണ്ണിമോൾക്ക് മനസ്സിലായി അഭിജിത്ത് കളിയാക്കി പറഞ്ഞാന്ന്. ഉണ്ണിമോള് ഗിരിദേവനെ ഒന്ന് നോക്കുക. ഈ സമയം ഗിരിദേവനും ഭാവയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിക്കുവാണ്. കാരണം വരാൻ പോകുന്ന കാര്യം എന്താന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള പുഞ്ചിരിയായിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.